അപ്പൊ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധി എന്നുള്ള ടോപ്പിക്കിലേക്ക് സ്വാഗതം. റെഡി? ഓക്കെ. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആദ്യമേ PYQ തന്നെ തുടങ്ങി 1915 ജനുവരി 9. ആ ജനുവരി 9 എന്തുമായി മാറി? പ്രവാസി ദിവസമല്ലേ അല്ലേ? അപ്പം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ദീർഘകാല വാസത്തിന് ശേഷം ഗാന്ധിജി തിരിച്ചെത്തിയത് 1915 ആണ്. ഓക്കെ ആണോ? റെഡി? 1915. ഓക്കെ, 1915 1915 ജനുവരി 9 1915 ജനുവരി 9 1915 ജനുവരി 9 ഓക്കെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടം ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്സ് വന്നൊരു വരിക. ഗാന്ധിയൻ കാലഘട്ടം ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടത് 19 മുതൽ 47 വരെയാ. ഓക്കെ, 17 മുതൽ എന്നും നിങ്ങൾ പല സോഴ്സസിൽ കാണും, ഇത് ഓർത്തു വെച്ചോണം. ഓക്കെ, 1919 മുതൽ 1947 വരെ. 1917 എന്ന് തന്നാലും തെറ്റില്ല, കാരണം ചമ്പാരൻ 17 തൊട്ടല്ലേ. ഓക്കെ, അപ്പൊ 19 മുതൽ 47 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ്. എപ്പോഴാ തിരിച്ചു വന്നേ? 1915 ജനുവരി 9. ഗാന്ധിയൻ കാലഘട്ടം എപ്പോഴാ? 1919 1947 വരെ. ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണ്. ഗാന്ധിജി ആവിഷ്കരിച്ചിരുന്ന സമര രീതി എങ്ങനെയാ? അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹമാണ്. അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹം ഇമ്പോർട്ടന്റ്. സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അല്ലെ. അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹം നോൺ വയലൻസ് ആണ്. നോൺ വയലൻസ് ആണ് അല്ലെ. സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ തത്വവും. നോക്കിക്കേ, ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ എവിടെയാ? ഓക്കെ, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ളത് LDC, VFA, കമ്പനി ബോർഡ്, LGSകൾ ഇങ്ങനത്തെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തുവാ? ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സബർമതി ആശ്രമം. ഗുജറാത്തിലെ അഹമ്മദാബാദ് സബർമതി ആശ്രമത്തിലാണ്. ഓക്കെ ആണോ? ശരി. ഇനി സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഇമ്പോർട്ടന്റ്. സമൂഹ പുനർനിർമ്മാണം, സമൂഹ പുനർനിർമ്മാണം ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ഗാന്ധിജിയാണ്. സമൂഹ പുനർനിർമ്മാണം ഗാന്ധിജി, സമൂഹ പുനർനിർമ്മാണം ഗാന്ധിജി, സമൂഹ പുനർനിർമ്മാണം ഗാന്ധിജിയാണ് ഇതിന്റെ ആള്. അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹമാണ്. സമൂഹ പുനർനിർമ്മാണം ഗാന്ധിജിയുടെ ആശയവുമാണ്. ഇത്രയും സെറ്റല്ലേ? ഓക്കെ, സബർമതി ആശ്രമം ഓർത്തു വെക്കോ? ഗുജറാത്തില് അഹമ്മദാബാദിലാണെന്ന് ഓർത്തോണം. റെഡി? ഓക്കെ. അപ്പോ നമ്മൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്, ഓൾമോസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഗാന്ധിജി മൂവ്മെന്റ്സ് നിറഞ്ഞു നിൽക്കുമെങ്കിലും ഈ ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത്. അതിന് മുന്നേ ലാസ്റ്റ് പഠിച്ചത് റിവൈസ് ചെയ്തിട്ട് പോവാ, അപ്പോഴേ നമ്മുടെ ക്ലാസ് ആവും. എന്തുവാ? ഗാന്ധിജി തിരിച്ചെപ്പോഴാ വന്നേ? താമസിച്ചു പോയി അല്ലേ. 1915 ജനുവരി 9. ഗാന്ധിയൻ കാലഘട്ടം എപ്പോഴാ? 1919 മുതൽ 1947 വരെ. അപ്പൊ സബർമതി ആശ്രമം എവിടെയാ? അത് ഗുജറാത്തിലാണ്. സമൂഹ നിർമ്മാണം, ഓക്കെ, അത് മഹാത്മാഗാന്ധിയുടെ ആശയവുമാണ്. ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്ത് തറവായെങ്കിൽ പുത്തൻ ടോപ്പിക്കിലോട്ട് പോട്ടെ. നമ്മുടെ പരിപാടി പറഞ്ഞേ. അതെ, ലൈവിൽ ഇരുന്നിട്ടും കമന്റ് ചെയ്യാത്തവരാരൊക്കെയാ? എന്നാ പരിപാടി ചെയ്ത്? ഹായ്, വെൽക്കം. പഠിപ്പിക്കുന്നതിൽ മുഴുകിപ്പോയി. എല്ലാരും എത്തിയോ? ഇന്ന് ഹാപ്പി ആണോ? ഇന്ന് ക്വിസ് ചെയ്തിട്ടാണോ നമ്മൾ ഡേ തുടങ്ങിയത്? ഗ്രൂപ്പിന്റെ അകത്ത്, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്വിസ് ചെയ്തിട്ട് വേണം ഡേ തുടങ്ങാനെന്നുള്ളത്. കാരണം പഴയതൊക്കെ വിട്ടോ, ഉഴപ്പി, പെൻഡിങ് ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു. എക്സാംസ് തന്ന് സെറ്റ് ആകത്തില്ലേ? ഞാൻ ചെയ്യില്ല. അയ്യോ, ശരിയാവും, ശരിയാക്കാം, പെർഫെക്റ്റ് ആവും. അപ്പൊ നമസ്കാരം. ഇനി ഒന്ന് ബാക്കി പഠിക്കാം, എന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പൊ സൂപ്പർ ആവും. നോട്ട് എഴുതുന്നുണ്ടോ? സോറി കമന്റ് ചെയ്യാൻ പറഞ്ഞതിന് ക്ഷമിക്കണേ. പഠിച്ചു ഇടയ്ക്ക് ക്ലാസ് കാണും. സോറി, പണിയുടെ ഇടയ്ക്കായിരുന്നു. ഓക്കെ, കണ്ടിന്യൂ. കമന്റ് ചെയ്യാറില്ല. ഓക്കെ, താങ്ക്സ്. ക്യൂസ് എവിടാണ്? ആ ശരി, കമന്റ്. താങ്ക് യു. ബാ തിരിച്ചു തുടങ്ങാം. ഇനി ഏത് ക്യൂസ്, എന്ത് ക്യൂസ്? ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞാല് എന്നെ ട്രോളാനല്ല പറഞ്ഞത്. ചമ്പാരൻ സത്യാഗ്രഹം 1917. റിപ്പീറ്റഡ് ചോദ്യം. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലത്തെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. റെഡിയാണോ? സെറ്റല്ലേ? അതെ. അപ്പൊ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലത്തെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്.
ഓക്കെ. ചമ്പാരൻ എവിടെയാ നടന്നത്? ഇമ്പോർട്ടന്റ്, ബീഹാർ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാർ. ചമ്പാരൻ ബീഹാർ, ചമ്പാരൻ ബീഹാർ, ചമ്പാരൻ ബീഹാർ 1917. തിങ്കതീയ സമ്പ്രദായം 2024 ചോദിച്ച ഈ ചോദ്യം. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടത് ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമാ. തിങ്കതീയ സമ്പ്രദായം. തിന്ന് തിന്ന് ചമ്പായി എന്നങ്ങ് ഓർത്താൽ മതി. തിന്ന് തിന്ന് ചമ്പായി. നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് കാണത്തില്ല തിന്ന് തിന്ന് ചമ്പായിട്ടിരിക്കുന്നത് ഇല്ലേ? എല്ലാരും എന്നെ പോലെ ഫിറ്റ് ആവണമെന്നൊന്നുമില്ല, ചമ്പായിരിക്കും ചില സമയം. അപ്പൊ തിന്ന് തിന്ന് ചമ്പായിട്ട് നടക്കുക ഓർത്തത്. തിങ്കതീയ ചമ്പാരൻ ബീഹാർ 1917. ഇത് ഓക്കെയാണോ? റെഡി അല്ലേ? എനിക്കറിയാം അത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരത്തുള്ളായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ചമ്പായി, തിങ്കതീയ ചമ്പാരൻ 1917. അതേപോലെ ഗാന്ധി തിരിച്ചു വന്നത് 1915. ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെയാണ്. അത് റെഡിയല്ലേ? ഇത്ര ഓക്കെ ആണോ? പെർഫെക്റ്റ് അല്ലേ? ശരി, ഓക്കെ. ഇനി നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകര്, അതൊക്കെ ആണോ? തെറ്റല്ലേ? നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തതിനെതിരെയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. നീലം തോട്ടം, ഇത് ഓർത്തു വെക്കൂ. എക്സൈസിന്റെ എക്സാമിന് ഓടാൻ പോയതിനെ ഓർമ്മിപ്പിച്ചല്ലേ? നിങ്ങൾക്ക് സമ്മതിച്ചു, ശരിയാ, ഓടാൻ പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്ന് അവിടെ ഓടാന് എത്ര പേരുണ്ടായിരുന്നു? 150 പേരുണ്ടായിരുന്നു. ഓക്കെ. എക്സൈസിന്റെ ഫൈനലാണ് ഓടാൻ നിൽക്കുന്നതിൽ. അപ്പൊ 150 പേരുണ്ട്, കോമ്പറ്റീഷനോ. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ അവരാരെങ്കിലും? കാരണം അവിടെ പ്രിപ്പയർ ചെയ്തവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. സെറ്റായി. ഞാനൊന്നും ഓടി കയറി ഇല്ല. എനിക്ക് സ്പെഷ്യൽ സ്വീകരണം അവർക്കാർക്കും കിട്ടിയില്ല, വണ്ടി കയറ്റിക്കൊണ്ട് പോയി. സമ്മതിച്ചു. അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഈ കമ്പനിയോടെ LGSോ ഡിഗ്രിയുടെ SIക്ക് വേണ്ടി LP UPക്ക് വേണ്ടി ലക്ഷങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് അത്രയും പേര് ഓടാൻ നിന്നത് ഓർത്താൽ മതി. കാര്യമില്ല അതിലൊന്നും. പ്രിപ്പയർഡ് ആണോ, കൺസിസ്റ്റന്റ് ആണോ, നമ്മൾ രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് മുന്നോട്ട് ഇതേപോലെ പോകണം. ഒരു ദിവസം കുറച്ചു നേരം ആയാലും കുഴപ്പമില്ല, ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പം സെറ്റ് ആവും. റെഡി? അതിന് എന്നെ വണ്ടി കയറ്റിക്കൊണ്ട് പോയത് നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു ഹേറ്റേഴ്സ് പോലും ഇങ്ങനെ ചെയ്യാറില്ല. ശരി ശരി, ഇനി ഞാൻ പഠിപ്പിക്കത്തേ ഉള്ളൂ. ഓക്കെ. ചമ്പാരൻ സത്യാഗ്രഹം, നീലം തോട്ടം ചമ്പാരൻ. ഓക്കെ. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാമത്തെ വാർഷികം എപ്പോഴാ? അത് 1917 പ്ലസ് 100 അങ്ങോട്ട് കൂട്ടിയാൽ മതി, 2017 കിട്ടും. അത് ഓക്കെ ആണോ? ശരി, റെഡി. അപ്പൊ 100 years ഓഫ് ചമ്പാരൻ. പെർഫെക്റ്റ്, കഴിഞ്ഞു. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആരാത്? സർ എഡ്വേർഡ് ഗേറ്റ്. ഇതാരായത്? എഡ്വേർഡ് ഗേറ്റ്. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചത് ആരാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയേര്. ആരാത്? അത് എഡ്വേർഡ് ഗേറ്റ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേര്. ഓക്കെ അല്ലേ? കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ചമ്പാരനും കഴിഞ്ഞു. ഇനി അടുത്ത അഹമ്മദാബാദ് സമരത്തിലോട്ട് പോവുക. അഹമ്മദാബാദ് സമരത്തിലോട്ട് പോകുമ്പോ ഇതുവരെ പഠിച്ചത് ഫുൾ റിവൈസ് ചെയ്യണം പെട്ടെന്ന്. ഒന്നുകൂടെ. ഗാന്ധിജി എപ്പോഴാണ് തിരിച്ചു വന്നത്? 1915 ജനുവരി 9. ഗാന്ധിയൻ കാലഘട്ടം 1919 1947. ഓക്കെ. പിന്നെ അടുത്തത് സബർമതി എവിടെയാ? ഗുജറാത്ത്, അഹമ്മദാബാദ്. പിന്നെ സമൂഹ പുനർനിർമ്മാണമാണ്. ഓക്കെ, അത് ഓർത്തു വെച്ചോണം. സമൂഹ പുനർവിവാഹം എന്നൊക്കെ ഓപ്ഷനിൽ വരുവേ. പുനർനിർമ്മാണമാണ്, അത് ഓർത്തു വെച്ചോണം. ചമ്പാരൻ സത്യാഗ്രഹം, ചമ്പായി, തിന്ന് തിന്ന്, തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാ, ബീഹാറിലാണ്. പിന്നെ നീലം തോട്ടം, നീലം കർഷകരുമായി ബന്ധപ്പെട്ടതാ. ഇത്രയും ഓർത്തു വെച്ചോണം. 1917. അന്വേഷണ കമ്മീഷൻ ആരായിരുന്നു? ഗേറ്റ്, എഡ്വേർഡ് ഗേറ്റ് ആയിരുന്നു. അതൊക്കെ അല്ലേ? കഴിഞ്ഞു. ഇനി അഹമ്മദാബാദ് മിൽ സമരത്തിലോട്ട് നമ്മൾ പോകുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. അയ്യോ, അപ്പൊ ഇച്ചിരി മുമ്പ് ആദ്യത്തെ എന്ന് പറഞ്ഞു പഠിച്ചെന്തോ? ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ. ആദ്യത്തെ നിരാഹാരം, ഭക്ഷണം നോ, നിരാഹാരം. ഓക്കെ. നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ. അതായത് നമ്മൾ പണ്ട് മില്ലിലൊക്കെ പൊടിക്കാൻ പോകത്തില്ലായിരുന്നോ? അപ്പം മില്ലിൽ പൊടിക്കാൻ പോയില്ലെങ്കിൽ എന്ത് പറയും? ഇന്ന് നിങ്ങൾക്കൊന്നും ഭക്ഷണമില്ല, എല്ലാം നിരാഹാരം കടന്നു പറയും. മില്ലിൽ പോയി പൊടിച്ചിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ നിരാഹാരം കടന്നു എന്ന് ഓർത്താൽ മതി. നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരമാണ്. ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ. നിരാഹാരമാണെങ്കിൽ അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ, ശരി. അഹമ്മദാബാദിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. 1918. ചമ്പാരൻ ആയിരുന്നെങ്കിലോ 1917. അഹമ്മദാബാദ് മിൽ സമരമോ 1918. നോക്കിക്കോ, ഈ ഒരു സംഭവം ചോദിക്കേ. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടുള്ളത് ഏതായിരുന്നു അറിയാമോ? അഹമ്മദാബാദ് മിൽ സമരമാണ്.
അതായത് ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ്, പ്ലേഗ് വന്ന ടൈമിലായിരുന്നത് കേട്ടോ, പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധി നിരാഹാരം അനുഷ്ഠിച്ചതെന്ന് ചോദിക്കും. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടത് അഹമ്മദാബാദ് മിൽ സമരം. തിങ്കത്തിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നടന്നു. നീലം കർഷകർക്ക് വേണ്ടി നടന്ന സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, അടുത്തത് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഹമ്മദാബാദ് മിൽ സമരം ഏതു വർഷമായിരുന്നു? 1918. 35% വേതന വർധനവ് വേണം, പ്ലേഗ് ബോണസ്. ഇത് അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓർത്തു വെക്കോ? ഓക്കെ. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ ഇതൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. സമരം വിജയിക്കാൻ ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ ചില വ്യവസ്ഥകളുണ്ട്, ഒന്ന് അറിഞ്ഞു വെക്കണം. ഡിഗ്രി ലെവലുകാരുണ്ടെങ്കിൽ ഇത് കാര്യങ്ങൾ ആവശ്യമാണ്. റെഡിയാണോ? വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ കേട്ടോ, സത്യാഗ്രഹം, സത്യത്തെ മുറുകെ പിടിക്കണം എന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഒരിക്കലും ആയുധം ഉപയോഗിക്കരുതെന്നും അക്രമം ഉണ്ടാക്കരുതെന്നും ഒക്കെയാ പറഞ്ഞത്, ഉപദ്രവിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ ഇത്രയുമായിരുന്നു. അപ്പോ ഒന്നുകൂടെ ഓർത്തെ, അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികള്, പ്ലേഗ് ബോണസ്, ഇതൊക്കെ ചോദിച്ചേതാ? അഹമ്മദാബാദ് മിൽ സമരം. തിങ്കതീയ സമ്പ്രദായം, നീലം കർഷകര്, ബീഹാറിൽ നടന്നു, ഇതേതാ? ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, പെർഫെക്റ്റ് ആണോ? അപ്പൊ ഇന്ന് എത്ര പേരുണ്ട് ജോലി ചെയ്തോണ്ട് ക്ലാസ് കാണുന്നവര്? ഒരാൾ അടുക്കള, ഒരാൾ ട്രാവലിംഗ്, ഒരാൾ റൂം തുടയ്ക്കുകയാണ്. ഓക്കെ, ഒരാൾക്ക് പനിയാണ്, അതോ പണിയാണെന്നാണ് പറഞ്ഞത്? അങ്ങനുണ്ട്. പിന്നെ ഓഫീസിൽ പോയി ജോലി ചെയ്യാതെ കള്ളപ്പെട്ടിരുന്ന ക്ലാസ് കാണുന്നവരുണ്ട്. അങ്ങനൊക്കെ ഇല്ലേ? ഓക്കെ ആണ്, പ്രോ മാക്സ് ആയി, പെർഫെക്റ്റ് ആയി. വേൾഡ് ബെസ്റ്റ് ആവുമോ ഇങ്ങനെ ഓടിച്ച? എനിക്കതാ അറിയണം. അരവിന്ദ് സെറ്റ് ആണോ? കുഞ്ഞു കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ, അത് ഓ സെറ്റ്. കുക്കിംഗ്, അടുക്കള, ഞാൻ ട്രാവൽ, കിച്ചൺ, ഓറഞ്ച് കഴിച്ചോണ്ടിരിക്കും. ഓ, തിങ്കത്തീയ പറഞ്ഞപ്പോഴത്തേക്കും ചമ്പാവോ തിന്ന്? കിച്ചൺ ആണ്, ബേബി, അമ്മ ഉണ്ട് ഇവിടെ. ഓക്കെ, കുട്ടിയെ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്നില്ല. ക്ലാസ് കൊടുത്താൽ മതി, ഉറങ്ങിക്കോളും. നമ്മുടെ അങ്ങനെ ചരിത്രം. ആ, എക്സ് മത്തായുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് സ്റ്റുഡൻസ്, ഫേസിംഗ് ഇൻ ടെക്നിക്കൽ ഇഷ്യൂസ് പ്ലീസ് കോൺടാക്ട് us, വി ആർ ഹിയർ ടു ഹെൽപ്പ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ടെക്നിക്കൽ ടീമിനെ വിളിച്ചൊരെണ്ണം കിട്ടിയില്ല, വേറെ ഇപ്പൊ കുറെ പേര് പറഞ്ഞ് കിട്ടിയെന്ന്? അതാ ഹർട്ടായി. വേൾഡ് ബെസ്റ്റ് ടെക്നിക്കൽ ടീം എന്നുള്ള പദവിയിൽ നിന്ന് 1% പിന്നോട്ടില്ലെന്ന് എക്സ് മത്തായി പിന്നെ അറിയിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ, എന്ത് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്താലോ, മാനസികം, ടെക്നിക്കൽ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ടെക് സപ്പോർട്ടിനെ ഒന്ന് വിളിച്ചാൽ മതി. പെർഫെക്റ്റ് ആട്ടോ, കേട്ടോ? ഓക്കെ ആണേ? എന്നിട്ട് ഏത് ബാച്ചാന്ന് പറയണം. ഷോപ്പിൽ വരുന്നു. ഓക്കെ, പെർഫെക്റ്റ്. ഐശ്വര്യ തുടങ്ങാം. തിരിച്ചു വരാം. അപ്പൊ ഉറക്കം പോയല്ലോ. എന്താ ഇതല്ലേ? ഓ അറിയാം, പഠിക്കാം. ബാ, തിരിച്ചു പോവാ, പഠിക്കാം. ശരി. അപ്പൊ അഹമ്മദാബാദ് മിൽ സമരം റെഡിയാണോ? ഇവിടെ ഉഴപ്പ് നിങ്ങളല്ല, ഞാനാ സംസാരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു വരുവാ. വാ, നോക്കിക്കേ, സമരം എത്ര ദിവസം നീണ്ടു നിന്നു? 21 ദിവസം. റെഡിയല്ലേ? സമരത്തിന്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ ബഹന്റെ വീടാണ്. അനസൂയ ബഹൻ ആരായിരുന്നു? അനസൂയ ബഹൻ ഈ അഹമ്മദാബാദിലെ തുണിമില്ല് സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഗാന്ധിജി അറിയിച്ച ആൾ ആരാണ്? അനസൂയ ബഹനാണ്. അനസൂയ ബഹന്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ സന്ധി സംഭാഷണം നടന്നിട്ടുള്ളതെന്ന് ഓർത്തു വെച്ചോണം. റെഡിയല്ലേ? ഓക്കെ ആണ്. ഇനി നമ്മൾ അടുത്ത ഖേദ സത്യാഗ്രഹത്തിലോട്ട് പോകുക. തുടങ്ങാം. ഖേദ സത്യാഗ്രഹം 1918. ഓക്കെ, ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? ഗാന്ധിജി. 1918. അപ്പൊ ഫുൾ റിവൈസ് ചെയ്യാം. നോക്ക്, ഗാന്ധിജി തിരിച്ചു വന്ന എപ്പോഴാ? 1915 ജനുവരി 9 അല്ലെ? അടുത്തൊരെണ്ണം നോക്കിക്കേ. അടുത്തത് ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെ. അതും ഓക്കെ അല്ലേ? അടുത്ത് ചമ്പാരൻ, തിങ്കതീയ, നീലം കർഷകര്, ഇത്രയും പറഞ്ഞത് ഏതായിരുന്നു? ആദ്യത്തെ ഗാന്ധിജിയുടെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം 1917 അല്ലെ? ഇനി അടുത്തത് പറഞ്ഞുതരാം. പ്ലേഗ് ബോണസ്, 35% വേതന വർധനവ്, അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികള്
അതേതാ? അഹമ്മദാബാദ് മിൽ സമരം, ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം 1918. ഇത്രയും റിവിഷൻ തറവായെങ്കിൽ കുത്തം പഠിക്കാം. പെർഫെക്റ്റ് ആണോ? ഖേദ സത്യാഗ്രഹം 1918. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളൊക്കെ ആരാ? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. ഓർത്തു വെക്കുമോ? അപ്പം ഖേദ സത്യാഗ്രഹം 1918. ആരൊക്കെ ഉണ്ടായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണ്. സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണെന്ന് ഓർത്തു വെച്ചോണം. റെഡി അല്ലേ? അപ്പം സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണെന്ന് ഓർത്തു വെച്ചോണം. പെർഫെക്റ്റ്. അപ്പോ അനസൂയ ബഹൻ ആരുമായി ബന്ധപ്പെട്ടതാ? റീകളക്ട് ചെയ്തേ. അനസൂയ ബഹൻ അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ, അനസൂയ ബഹൻ ആണെന്നുണ്ടെങ്കിൽ അഹമ്മദാബാദ് മിൽ സമരം. ഖേദ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. ഖേദ ഗുജറാത്ത്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് PQ. നമ്മുടെ പ്രീവിയസ് ചോദ്യമാണ്. ഖേദ എവിടാ? ഗുജറാത്ത്. അപ്പോഴേ ഈ ചമ്പാരൻ എവിടാ? അഹമ്മദാബാദ് എവിടാ? ഇതൊക്കെ ചോദിച്ചാൽ എന്ത് പറയും? ചമ്പാരൻ ബീഹാർ, ഒരിക്കലും മറക്കരുത്. അഹമ്മദാബാദ് ഗുജറാത്ത്, അത് ഓർത്ത് വെച്ചോണം. റെഡി? ഓക്കെ. ഖേദ ഗുജറാത്ത്, ഇതൊക്കെയാണ് വൺ വേർഡ് ആയിട്ട് LGS VFA ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും കളയരുത്. റെഡി? ഓക്കെ, തിരിച്ചു പോവാം. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിലോട്ട് നമ്മൾ പോവുകയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം, ആ പടങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടൊന്ന് അതൊന്ന് ആ ഒരു കാലഘട്ടത്തിലോട്ടൊന്ന് ട്രാവൽ ചെയ്തേ. ഒന്നാം ലോക മഹായുദ്ധ ശേഷം, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ഒന്നാം ലോക മഹായുദ്ധ ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായി കണക്കാക്കിയിരുന്ന തുർക്കിയിലത്തെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തി. ഓക്കെ, അതായത് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ റിലീജിയസ് ലീഡർ എന്ന് കണക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തുർക്കിയിലത്തെ സുൽത്താന്റെ അധികാരം ഫുള്ള് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാര് പരിമിതപ്പെടുത്തി അല്ലെ. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയിട്ടുള്ള സംഘടനയുടെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പം എന്താ പറയാ, മുസ്ലിങ്ങളുടെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്ന് കണക്കാക്കിയിട്ടുള്ള തുർക്കിയിലത്തെ സുൽത്താന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തി. വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും പരിമിതപ്പെടുത്തി. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലുണ്ടായ മൂവ്മെന്റിന്റെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന വർഷം ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്, 1919. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് 19ലാണ് നടന്നത്. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് 19ലാണ് നടന്നത്. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് 19 നടന്നിട്ടുണ്ടായിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് 19 നടന്നു. ഈ 19 എന്തോ ഒരു GK നമ്മൾ പറഞ്ഞു, റീകളക്ട് ചെയ്തേ. 1919 എന്തോ GK? എന്നെ ആരെങ്കിലും ട്രോൾ ചെയ്യോ? ഒത്തിരി ഇമോജീസ് പോകുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിക്കേ. ഓക്കെ, അപ്പം 1919 എന്തോ റിവിഷൻ നമ്മൾ പറഞ്ഞതൊന്ന് ആലോചിച്ചേ. പെർഫെക്റ്റ്, ഗാന്ധി കാലഘട്ടം അല്ലെ, അങ്ങനെ പറയണം. 1919 മുതൽ 47 വരെ ഗാന്ധിയൻ എറയാണ് എന്ന് കണക്കാക്കുന്നു. 17 പറയാറുണ്ട്, മറക്കല്ലേ. റെഡി അല്ലേ? ഓക്കെ, ഈ 19ലാണ് അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നിട്ടുള്ളത്. റെഡി? 19ലത്തെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് വേദിയായത് ന്യൂഡൽഹിയാണ്. ഓക്കെ, 19ലത്തെ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹി, മറക്കരുത്, ന്യൂഡൽഹിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരെ ഫുള്ള് വായിച്ചേ. ഇൻറ്റു 3 times വായിക്കണം. അലി ബ്രദേഴ്സ് ഉണ്ട്, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. 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 ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി. 3 തവണ വായിച്ചേ. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി. 3ാമത്തെ തവണ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി. ഇത്രയും പേര് പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പൊ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന വർഷം 1919. വേദി ന്യൂഡൽഹിയാണ്. തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തി. അത് ഡിഗ്രി ലെവലുകാർ കൺസെപ്റ്റ് വെച്ച് പഠിക്കണം. അപ്പം തുർക്കിയിലത്തെ സുൽത്താന്റെ അധികാരങ്ങള് ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയത് കൊണ്ട് ഓക്കെ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ തുടങ്ങിയ മൂവ്മെന്റ് ആണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്നും പറയുന്നത്. റെഡിയാണോ? സെറ്റല്ലേ? ഓക്കെ, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് മഹാത്മാഗാന്ധി. ഇമ്പോർട്ടന്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ്.
ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എയിൽ അലി ബ്രദേഴ്സിനെയും തരും, ബിയിൽ മൗലാന അബുൽ കലാം ആസാദ്, സി അജ്മൽ ഖാൻ, ഓപ്ഷൻ ഡിയിൽ മഹാത്മാഗാന്ധിയെ തരും. അപ്പൊ ഓർത്തു വെച്ചോളൂ, മഹാത്മാഗാന്ധിയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. റെഡിയാണോ? ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. ഓക്കെ, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. ഇത്രയും റെഡി? മറക്കത്തില്ലല്ലോ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം. റിപ്പീറ്റഡ് ചോദ്യം, LP UP ഇതിനൊക്കെ മെയിൻ ചോദ്യങ്ങൾ ഓർമ്മമായത് മലബാർ കലാപം. കണ്ടോ, 1921. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാ? മലബാർ കലാപം. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത് ഏതാ? കീഴരിയൂർ ബോംബ് കേസ്. KB മേനോൻ നേതൃത്വം നൽകി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി കേരളത്തിൽ നടന്നത് ഏതാ? മലബാർ കലാപം. ഹോം റൂൾ മൂവ്മെന്റിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ആരാ? KP കേശവ മേനോൻ. ബ്രഹ്മസമാജത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ആരാ? അയ്യത്താൻ ഗോപാലൻ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ബ്രഹ്മസമാജം, അയ്യത്താൻ ഗോപാലൻ കേരളത്തില്, ഹോം റൂൾ മൂവ്മെന്റ് KP കേശവ മേനോന്, ക്വിറ്റ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ കീഴയൂർ ബോംബ് കേസ് KB മേനോന്. ഒരെണ്ണം കൂടെ ഉണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യും, ഓർമ്മ വന്നു കഴിഞ്ഞാൽ അത് എടുത്തിടാം. നമ്മൾ ഇത് അന്ന് പറഞ്ഞതാ, ഓപ്ഷൻ കണ്ടാ കിട്ടും അല്ലെ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. അത് ഓക്കെ ആണോ? തിയോസഫിക്കൽ സൊസൈറ്റി അല്ലെ, തിയോസഫിക്കൽ. മഞ്ചേരി രാമയ്യർ, അത് തന്നെ. തിയോസഫിക്കൽ മൂവ്മെന്റ് കേരളത്തിൽ നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ മലബാറിൽ മഞ്ചേരി രാമയ്യർ. ബ്രഹ്മസമാജം കേരളത്തിൽ അയ്യത്താൻ ഗോപാലൻ, തിയോസഫിക്കൽ സൊസൈറ്റി മഞ്ചേരി രാമയ്യർ, ഹോം റൂൾ മൂവ്മെന്റ് KP കേശവ മേനോൻ, ഖിലാഫത്ത് പ്രസ്ഥാനമായി കേരളത്തിലുണ്ടായ മലബാർ കലാപം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കീഴരിയൂർ ബോംബ് കേസ്. പെർഫെക്റ്റ്. അപ്പോ നന്നായി. ഇത്രയും സംഭവങ്ങൾ ഇമ്പോർട്ടന്റ്. നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു ഈവന്റ് കേരളത്തിലത്തെ ചോദിച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് അല്ലേ? അടുത്തത്. അപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 5 തവണയാണ്. അത് പഠിക്കാമോ? റിപ്പീറ്റഡ് ചോദ്യമേ. കേരളം സന്ദർശിച്ചത് 5 തവണ. പഠിച്ചോ? 20, 25, 27, 34, 37. ഓക്കെ, 20, 25, 27, 34, 37. ഇത് ചോദിക്കും, എല്ലാ തവണത്തെ റീസണും ചോദിക്കും കേട്ടോ. ഇപ്പൊ ഇത് ജസ്റ്റ് ഇൻട്രോ ആക്കി വെച്ചോ. 40% ഇവിടുന്ന് ബൈഹാർട്ടിയാണ്. ഈ ടോപ്പിക്കായിട്ട് ഇനി വരും, അപ്പൊ നമുക്ക് ആഴത്തിൽ പഠിക്കാം. ഇപ്പൊ ഇൻട്രോയാ. 5 തവണ വന്നിട്ടുണ്ട്. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. ഓക്കെ. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. ആദ്യം വന്നത് 20, അവസാനം വന്നത് 37. ഇതിന്റെ ഒക്കെ കാരണങ്ങൾ, ഒന്നാമത്തത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ വന്നത്. അവസാനത്തത് 37 എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് പ്രധാനപ്പെട്ടത് എന്തുവായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം. അങ്ങനെ ഓരോ കാരണവും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. 20, 25, 27, 34, 37. 20 വന്നത് എന്താ? ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട്. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് 1919 കമ്മിറ്റിയുടെ അധ്യക്ഷൻ മഹാത്മാഗാന്ധിയും ആയിരുന്നു. പെർഫെക്റ്റ്. അവസാനം ഗാന്ധിജി വന്നത് 37. കാരണം എന്താ? തൊട്ട് മുന്നിലത്തെ വർഷം ക്ഷേത്രപ്രവേശന വിളംബരം സംഭവിച്ചു, അതുമായി ബന്ധപ്പെട്ടാണ് വന്നത് അല്ലെ. ഇതുപോലെ 25, 27, 34 റീസൺ കൂടെ പഠിക്കണം. ആ ടോപ്പിക്കിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ ഇപ്പോഴേ ഞാൻ പഠിപ്പിക്കരുത് ഇത്. എനിവേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചത്. ഒരു 40% അറിവ് ഇപ്പോഴേ ഇരിക്കട്ടെ ഇതില്. ഓക്കെ ആണോ? റെഡി? ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ കാരണമായിട്ടുള്ള നിയമം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഇത് പഠിക്കുന്നതാ. എനിവേ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കാൻ തീരുമാനിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919. സ്ത്രീകൾക്ക് വോട്ടവകാശം അല്ലെ. ഇതൊക്കെ ഏതിന്റെ അകത്താ? 1919. ഓർത്തു വെക്കുവോ? റെഡി അല്ലേ? ഒന്ന് നോക്കിക്കേ. ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919. ഓക്കെ. അപ്പം ഇന്ത്യയിൽ ആദ്യമേ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കാൻ കാരണമായ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919. ഓക്കെ. ഒരു കാര്യം ചെയ്യും, അഞ്ജു, ഷെഹന, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കമന്റ് ചെയ്യും. PSC രൂപീകരണത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 കാരണം ഒന്ന് ഇടയ്ക്കിട. അപ്പോൾ റിവിഷൻ ആയിട്ട് കമന്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടത്തില്ലേ? ഇല്ലേ?
ഓക്കെ. അടുത്തത്, അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനം ആചരിക്കാൻ നിങ്ങൾ ഇപ്പൊ കുറച്ചുപേർ ഒരു GK ടൈപ്പ് ചെയ്തിട്ടില്ലേ? അത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ഇടാവോ? അപ്പൊ അത് കാണുന്ന ഒരാൾക്ക് റിവിഷൻ. ഇന്ന് ക്ലാസ് കാണാതെ ഉഴപ്പിപ്പോയവരും അയ്യോ ഇന്ന് ഇതാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് പിന്നെയും പഠിത്തത്തിൽ തിരിച്ചു വരും. അങ്ങോട്ടും ഇങ്ങോട്ടും പുഷും പുള്ളും ചെയ്ത് നമുക്ക് ഒരുമിച്ച് പഠിച്ച് രക്ഷപ്പെടാം. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ഗ്രൂപ്പ് ഫുൾ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടേ. പെർഫെക്റ്റ് ആയിട്ട് പഠനത്തിനും സപ്പോർട്ടിനും ഉപയോഗിച്ചോണം. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസിൽ തീരുമാനിച്ചത് 19 ഒക്ടോബർ 17. ബൈഹാർട്ട് ആക്കിക്കോ. ഖിലാഫത്ത് കോൺഫറൻസ് 1919 ഓക്കെ. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ 17. ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ 17. ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ 17. ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ 17 ഓക്കെ. ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ 17. ഇത്രയും റെഡിയാണോ? ഇത്രയും കിട്ടിയോ? ഹലോ ഹലോ ഹലോ, കണ്ടന്റ് തീർന്നിട്ടില്ല. ജസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാ. നമ്മൾ ഇപ്പൊ ഈ പഠിപ്പിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് വേണ്ടി പറയുന്ന വീഡിയോയാണ് ഇത്. 2 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ കണ്ടന്റിന്റെ ക്ലാസ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോകും. വേൾഡ് ബെസ്റ്റ് ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ, നമ്മുടെ ആപ്ലിക്കേഷനിൽ പോകണം. ഫാൽക്കൺ അക്കാഡമി എന്ന ആപ്പ് സ്റ്റോറിൽ, പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഹോം പേജ് കിട്ടും. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് പെയ്ഡ് കോഴ്സസ് എടുക്കണം. ഇവിടെ LP-UPയുടെ കോഴ്സ് ഉണ്ട്. 999 999 ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്. ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയുമോ? ഇതിന്റെ അകത്ത് ഓരോ ക്ലാസ്സുകൾ, ലൈവ് റെക്കോർഡ്, PDF ഉണ്ടാവും. അതുപോലെ ഓരോ സബ്ജക്റ്റിനും എക്സാം ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാം ഉണ്ടാവും, എല്ലാം ഉണ്ട്. അതുപോലെ വിദ്യാരംഭത്തിന്റെ ബാച്ച് എന്ന് പറയുമ്പോൾ കമ്പനി ബോർഡ്, LGS, LDC ഇതിനെല്ലാം കൂടെ വേണ്ടിയുള്ള 699 ആണ് ഇതിന്റെ പ്രൈസ് ഉള്ളത്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണ് ഉള്ളത്. പിന്നുള്ളതാണ് ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച്. ഈ ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇതിന്റെ അകത്ത് തന്നെ ആക്ച്വലി ഉണ്ട്. എങ്ങനെ അറിയോ? സ്റ്റഡി പ്ലാൻ കണ്ടോ? ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ഏതൊക്കെ ക്ലാസ്സസ് ആണോ ആ ക്ലാസ്സും അതിന്റെ എക്സാമും. മനസ്സിലായോ? അങ്ങനെ ഒരു സംഭവം കേരള PSCയുടെ ചരിത്രത്തിൽ ആദ്യം തന്നെ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിന്റെ എക്സാം ഉണ്ടാവും, അതിന്റെ PDF ഉണ്ടാവും, ലൈവ് റെക്കോർഡ്, അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ ക്ലാസ്സിലും. പിന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷന് വേണ്ടിയുള്ള ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാവും. സബ്ജക്ട് വൈസ് മോഡൽ എക്സാം കണ്ടോ? ഓരോ സബ്ജക്റ്റിന്റെ ഇതുവരെ ചോദിച്ച എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ ഒരു ബാച്ചിന്റെ അകത്തുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2500-3000 രൂപ പ്രൈസ് വരേണ്ടിടത്താണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് 999 ഇട്ടിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ എല്ലാ ബാച്ചുകളും ക്വാളിറ്റി കോംപ്രമൈസ് 0 ആയിരിക്കും. അത്ര ആത്മാർത്ഥമായിട്ടുണ്ട്. മോട്ടിവേഷൻ എല്ലാവർക്കും അത് വേണം. സബ്ജക്ട് വൈസ് എക്സാം, വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം കണ്ടോ? ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഓരോ ഫോൾഡറും ഓരോ എക്സാമും അതിന്റെ PDF-ഉം എല്ലാം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ്. ഒരു റാങ്ക് ഫയൽ പോലും കിട്ടാത്ത പ്രൈസിനാണ് നിങ്ങൾക്ക് ഇത് അവൈലബിൾ. PYQ ജിൻ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇത് 40+ അവേഴ്സ് ഉണ്ട്. ഡിഗ്രി പ്രിലിംസ്, മെയിൻസ്, 10th ലെവൽ, 12th ലെവൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിലേറ്റഡ് ഫാക്റ്റും ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ രീതിയാണത്. ഏറ്റവും എഫേർട്ട് വേണ്ട ഒരു സംഭവമാണ്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴ്സുകളായിട്ടുള്ളത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നോക്കിക്കേ, ടെസ്റ്റ് സീരീസ് കണ്ടോ? ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് എക്സാമുകളുണ്ട്. ഇതൊക്കെ ചെയ്യണം. ഇഷ്ടംപോലെ എക്സാമിന് ഇപ്പൊ ചോദിച്ചത് ഫിസിക്സ്, കെമിസ്ട്രി, കേരള ഗവർണൻസ്, കംപ്ലീറ്റ് PYQ ഇമ്പോർട്ടന്റ് എല്ലാം ഉണ്ട്. 2025 കംപ്ലീറ്റ്ലി ഫ്രീയാ. 2026 30 രൂപയുവാ. ഇതൊക്കെയാണ് നമ്മുടെ ഫീസ്. പക്ഷെ ക്വാളിറ്റിയോ 0 കോംപ്രമൈസാ. അതുപോലെ ഓരോ എക്സാമിന്റെ നോക്കിക്കേ, ക്യൂസസ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുണ്ട് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, LP-UP, സയൻസ്, കറണ്ട് അഫയേഴ്സ് 2026 അത് 30 രൂപ. ഇങ്ങനെയൊക്കെയാണ് ഓരോന്നും നമ്മുടെ ക്ലാസ്സിൽ. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാ ഹെൽപ്പും കിട്ടും. ഇത് പെയ്ഡ് പർച്ചേസ് ആണേലും അല്ലേലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം ഇതാ, കരടെന്ന് പറയാം. SCRT-യുടെ ടെസ്റ്റ് സീരീസ് ഓൾഡും ന്യൂവും കംപ്ലീറ്റ് 7000 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓഫർ പ്രൈസ് ഫെബ്രുവരി 6-ാം തീയതി വരെ ഉണ്ട്. 299 രൂപയുള്ളൂ. അത് കഴിയുമ്പോൾ 1999 രൂപയാവും. 6-ാം തീയതി വരെ ഉണ്ട്. ഓരോന്നും സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണോ? ഇനി കണ്ടിന്യൂ ചെയ്ത് പഠിച്ചോ. ഓക്കെ, ബൈ. റെഡി? ഓക്കെ. ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി ആരാ? അറിയാമോ? ഫസലുൽ ഹക്കാണ്. ഈ ഫസലുൽ ഹക്കിനെ ഓർത്തു വെച്ചോണം. റെഡി? ഫസലുൽ ഹക്ക് ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി. നോക്കിക്കേ, എന്തൊരു മോശം അല്ലേ? അപ്പം അത് ഫസലുൽ ഹക്കാണെന്ന് ഓർത്തു വെച്ചോണം.
റെഡി? ഡൽഹിയിൽ നടന്നു. അപ്പം ഒന്ന് ഓർത്തെ, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് 1919 അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന വ്യക്തി ആരായിരുന്ന സമയത്തെ? മഹാത്മാഗാന്ധിയെ ആയിരുന്നു അല്ലെ. നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഫസലുൽ ഹക്ക് ആയിരുന്നു. ഓർത്തു വെച്ചോളും. ഇത്ര ഓക്കെ ആണോ? റെഡി അല്ലേ? അപ്പോഴേ ഇങ്ങനെ പഠിച്ചു പോയാൽ എങ്ങനെ ശരിയാവുന്നേ? ദേ, ഈ SCERT-ക്കകത്തും നമുക്ക് പഠിക്കേണ്ട സംഭവങ്ങൾ ഇതൊരാൾ വായിക്കണം നമ്മുടെ കൂട്ടത്തില്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ലാസ്റ്റ് പഠിക്കാം അല്ലെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്നുള്ള കൃതിയിലെത്തി, അതായത് SCERT-യിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ ചെകഞ്ഞ് ഇവിടെ ചെകഞ്ഞ് ഒന്നും പഠിക്കേണ്ട, എല്ലാം നമ്മുടെ ഈ സ്ലൈഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചേക്കണം. ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഉപരി അതെടുത്ത് ഡിവൈസിലോട്ട് സേവ് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താലും കിടന്നോളുമല്ലോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. എനിവേ നമുക്ക് പിന്നെ വായിക്കാം. ഇത് രണ്ട് പോൾ ചെയ്തിട്ട് വന്നാലോ? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതിനെപ്പറ്റി? ഹലോ ഹലോ, രണ്ടു മൂന്ന് പോൾ ചെയ്തിട്ട് പോവാം. അല്ല പിന്നെ. ഓക്കെ, ശരി. അപ്പോ ചാറ്റ്സ് ഡിസേബിൾ ചെയ്യുന്നു. ഇനി നമ്മൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ്സിൽ കാണൂ. തുടങ്ങാൻ പോവാ. ഓക്കെ, ആൻസേഴ്സ് കമന്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പം റെക്കോർഡ് കാണുന്നവർക്ക് പോള് അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല. അതിന് ഞാൻ മാർക്ക് ചെയ്തും തരാം. ഓക്കെ, ശരി. ഇങ്ങനെ പഠിച്ചാൽ മതി എന്ന് ചോദിച്ചപ്പോ നെഞ്ചൊന്ന് കത്തിയിരുന്നു. അതെന്ത് ഉദ്ദേശിച്ചേ? വേൾഡ് ബെസ്റ്റിൽ ബെസ്റ്റ് ആയതുകൊണ്ടേ നമുക്ക്, അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അതായത് പഠിക്കാം ബാ. ശരി. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോഴാണ്? 93% ഉണ്ട് പോള്. ഞാൻ കൃതാർത്ഥനായി. ജയിച്ചോ ഇന്നത്തെ ഈ ചോദ്യങ്ങള്? ഓക്കെ, പെർഫെക്റ്റ്. 1915 ജനുവരി 9 കഴിഞ്ഞു. അടുത്ത നോക്കിക്കേ. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഈ കൂട്ടത്തിൽ ആരാണ്? സമൂഹ പുനർനിർമ്മാണം. ഓൾ ടൈം 15 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതാരാ? മഹാത്മാഗാന്ധി ആയിരുന്നു. റെഡി അല്ലേ? ശരി. അടുത്തത്, ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തൊണ്ണൂറ് ശതമാനം ഇതുമുണ്ട്. പിന്നെയും കൃതാർത്ഥനായി. ഓക്കെ, അപ്പൊ ഏതാ? അത് ബീഹാർ ആണ്. റെഡി അല്ലേ? ഓക്കെ, അടിപൊളി. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം ഇന്ത്യയിൽ ആചരിച്ചത് ഏത് വർഷമാണ്? ഉം.
ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം ഇന്ത്യയിൽ ആചരിച്ചത്? ഞാൻ ബോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് അറിയാനല്ല, ലീഡർ ബോർഡിൽ വരാനല്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കിട്ടിയോ? 2017 100-ാം വാർഷികം അല്ലേ? നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാ? നീലം തോട്ടവാ. അത്രയും ക്ലൂവേ ഉള്ളൂ. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരുടേത്. കിട്ടിയോ? അപ്പൊ എന്തൊക്കെ കിട്ടും അവിടെ? നീലം തോട്ടം, തിങ്കത്തീയ, തിന്നതെങ്ങനെ, ചമ്പാരൻ, ബീഹാർ, ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹവും. ഇത്രയും പറയുമ്പോൾ ഏത് കിട്ടും? അപ്പോഴേ ഉള്ളൂ ചമ്പാരൻ സത്യാഗ്രഹം അവിടെ കിട്ടുന്നത്. റെഡി അല്ലേ? ഓക്കെ. ഇനി ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് 35% വേണം? ഈ വേതന വർധനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി നിരാഹാര സത്യാഗ്രഹം, ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു? അഹമ്മദാബാദ് മിൽ സമരമാണ്. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? അപ്പൊ എന്തൊക്കെയാ? പ്ലേഗ് ബോണസ് ഉണ്ട് ഇവിടെ. അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. 1918 അല്ലേ? ഓക്കെ. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് എപ്പോഴാണ്? അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് എപ്പോഴാണ്? ചോദ്യം വായിച്ച് ഓപ്ഷൻ കൂടെ ഒന്ന് വായിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പാ തന്നത്, അപ്പോഴത്തേക്കും ബോള് വരും. ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ. നിങ്ങൾക്ക് എന്താ കൺഫ്യൂഷൻ വന്നത് എനിക്ക് മനസ്സിലായി. 1919 നവംബറിലായിരുന്നു ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് അല്ലേ? എന്നാല് എന്തുവായിരുന്നു ഖിലാഫത്ത് ദിനമായിട്ട് അല്ലേ? എന്തോ ഒരു ദിനമായിട്ടുള്ളതല്ലായിരുന്നോ ആ ഒക്ടോബർ പറഞ്ഞിട്ടുള്ളായിരുന്നത്? ശരി. അടുത്ത്, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യം കേരളം സന്ദർശിച്ച വർഷം? ആലോചിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ. അപ്പൊ അതേതാ? 1920 ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. അപ്പൊ ഞാൻ ഈ ചോദ്യം കളയുക, അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോവാ. ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത് ഈ കൂട്ടത്തിൽ ഏത് വർഷത്തിൽ നിന്നാണ്? ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത് ഞാനൊരു 10 തവണ പറഞ്ഞു, നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയാ, ഫ്ലോ കിട്ടുന്നുണ്ടോ നോക്കിയാ, ഫ്ലോ നമ്മൾ ആ പറഞ്ഞ ഫ്ലോ, കേട്ട ഫ്ലോ, കണ്ട ഫ്ലോ കിട്ടുന്നുണ്ടോ നോക്കിയാ. രണ്ടാമതായി ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. പോൾ ചെയ്യണേ, ക്വസ്റ്റ്യൻ ഞാൻ വെട്ടി, പോൾ ഇപ്പൊ വരും.
രേഷ്മ ഗോ ലൈവിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, അപ്പൊ 25. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഗാന്ധിജി മൂന്നാമതായിട്ട് ഓക്കെ ഗാന്ധിജി മൂന്നാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? ഗാന്ധിജി മൂന്നാമതായിട്ട്. ഇതും കിട്ടുന്നുണ്ടോ എന്ന് ഇവിടെ നോക്കിക്കേ. ആ പറഞ്ഞിട്ടുള്ള എണ്ണം കിട്ടുന്നുണ്ടോ? മൂന്നാമതായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? പോൾ ഇടാമേ. അപ്പോ ആ ഒരു സംഭവങ്ങളൂടെ കിട്ടിയോ? 20, 25, 27, 34, 37 എന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? 20, 25, 27, 34, 37, 20, 25, 27, 34, 37. ആദ്യം ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് വന്നു, അവസാനം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വന്നു. ബാക്കി മൊത്തം നമ്മൾ ഇനി പഠിക്കണം. അപ്പോ ചോദിക്കട്ടെ, ഈ ചെയ്യാൻ പറ്റിയോ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസരങ്ങൾ പറയാനുള്ളത്? അപ്പം ദേ നമ്മുടെ ലീഡർ ബോർഡ്. ഞാനില്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പം സെറീന റാങ്ക് 1, റാങ്ക് 2 ദീപ്തി, റാങ്ക് 3 വൈഷ്ണ അഖിൽ, അജിത് പ്രസാദ്, ആതിര അർജുൻ, അനുജ എസ്, അനഘ PR, അതുല്യ TP, കല K, ജസ്മിയ. അപ്പൊ കൺഗ്രാറ്റ്സ്, ഫുള്ള് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ആണോ? സാരമില്ല. രമ്യ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടെ കയറി നോക്കിയാൽ സെറ്റ് ആവും. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പഠിച്ചത് ക്ലാസ്സിൽ വെച്ച് തന്നെ, ഇവിടെ വെച്ച് തന്നെ ബൈഹാർട്ട് ആയോ? പിന്നെ പോയി വായിക്കരുത്. അല്ലാതെ ലീഡർ ബോർഡിൽ വന്നിട്ട് അവന്തിക പോയി. അതെന്ന് പറയും ടൈം, അതായത് ഏറ്റവും പെട്ടെന്ന് വരുന്നത്. ചിലപ്പോൾ ഡിവൈസുകളുടെ നെറ്റ് ഇഷ്യൂസിന്റെ അനുസരിച്ച് ടൈം മാറ്റം വരുന്നതും പോകും. എനിക്ക് തോന്നുന്നു ഫുൾ മാർക്ക് ഏകദേശം ഒരു 300 വരെയോളം ഉണ്ട്. ഫുൾ മാർക്ക് 300ഓളം ആൾക്കാർ ഫുൾ മാർക്കിലുണ്ട്. അതായത് ഇനി ഒരു 0.2 വ്യത്യാസത്തിലാണ് ഇത് വരുന്നത്. പിന്നെ ഭയങ്കര സന്തോഷം, അത്രയും പേര് ഫുൾ മാർക്കൊക്കെ. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, സെറ്റായി, വേൾഡ് ബെസ്റ്റ് ആവുന്നു. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. രമ്യ രമ്യ വിനീഷ് നമ്മുടെ ടെക് സപ്പോർട്ടിനെ ഒന്ന് വിളിക്കാമെന്ന് ഹെൽപ്പ് ചെയ്ത് തരും. എന്താ ഇഷ്യൂ എന്നുള്ളത് നോക്കി അഡ്രസ് ചെയ്യും. ഡിവൈസിന്റെ ആണോ എന്തുണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും. വിളിക്കുവോ? ഓക്കെ അല്ലേ? നീതു ഇന്നൊന്ന് കോണ്ടാക്ട് ചെയ്യുവോ? നിങ്ങൾ രണ്ടുപേരും മസ്റ്റ് ആയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കണേ. അപ്പൊ മോണിറ്ററിങ് ആ കമന്റ് എങ്കിലും. ഓ, ടോട്ടൽ ചാറ്റ് കാണുന്നില്ലല്ലോ, ഇതിപ്പോ ഞാൻ മാത്രമായിരുന്നു. ആ ഓക്കെ ഓക്കെ, സെൽഫ് ചാറ്റ് മാറ്റി ഓൾ ചാറ്റ് ഇട്ടോ. ഇപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതൊക്കെ കാണാം. അപ്പൊ ഓക്കെ, തുടങ്ങാം. ആദ്യമായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഫീച്ചേഴ്സ് ഇതൊക്കെ. വാ, ഇനി നമുക്ക് ബാക്കി പഠിക്കാം. ബോറിംഗ് ഒന്നും ഇല്ല, ഉച്ചയ്ക്ക് ഉറക്കവും ഇല്ല. വേൾഡ് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ബാക്കി തുടങ്ങാൻ പോവാണേ. താങ്ക് യു ദീപ്തി. തുടങ്ങാം. ഹായ്. അപ്പൊ കമന്റ് കാണാൻ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, ഓൾ ചാറ്റ് മാറ്റി സെൽഫ് ചാറ്റ് മാറ്റിയിട്ട് ഓൾ ചാറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ അഹമ്മദാബാദ്, ഖേദ ഇതെല്ലാം പഠിച്ചു, വർഷങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒക്ടോബർ കുറച്ചു പേരെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. റെഡി അല്ലേ? ഇത്രയും സംഭവങ്ങളുണ്ട്. അപ്പോ അടുത്ത് നോക്കാം. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം, ഇതിന്റെ വേറൊരു പേര് അറിയാമോ? അറിയാമോ? മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഒന്ന് റീകളക്ട് ചെയ്തേ. സോഫിയ, മാത്സ് ഓരോ ടോപ്പിക് ആയിട്ട് എക്സാംസ് വരുന്നുണ്ട്. ഓക്കെ,
പഠിച്ച് നിങ്ങൾ ചെയ്താൽ മതി. 2 ടോപ്പിക്സ് വെച്ചിട്ട് എക്സാം നടത്താം. അതാകുമ്പോൾ ഓക്കെ. 20 ചോദ്യങ്ങളോ 15 ചോദ്യങ്ങളോ വെച്ചിട്ട് എക്സാം നടത്തി തരാം. അപ്പൊ റിവിഷനും ആവും. ഇനി നോക്ക്, ഈ 1919 നമ്മൾ എന്തൊക്കെ ഇന്ന് പഠിച്ചിട്ടുണ്ട് ഒന്ന് റിവൈസ് ചെയ്ത് പറ. 1919 പഠിച്ചിട്ടുള്ളത് ഫുൾ റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഡബിൾ സ്ട്രോങ് ആവും, ഫൗണ്ടേഷൻ സ്ട്രോങ് ആവും. 1919 എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒന്ന്, പബ്ലിക് സർവീസ് കമ്മീഷനെ തീരുമാനിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഒരെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ വേറെ ഏതുണ്ടായിരുന്നു? ഗാന്ധിയൻ എറ ഉണ്ടായിരുന്നു. ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 47 ഒരെണ്ണം ഉണ്ടായിരുന്നു അല്ലെ? പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചത് 19 ആക്ട് ഉണ്ടായിരുന്നു. ഗാന്ധിയൻ എറ ഉണ്ടായിരുന്നു. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും ഉണ്ട്. അത് റിവിഷൻ ആയോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രാജകീയ അനുമതി ലഭിച്ചത് 19 ഡിസംബർ 23. ഓക്കെ. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് 1920. ഏത് ആക്ട് പ്രകാരമോ? മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം. അപ്പം അതേപോലെ പബ്ലിക് സർവീസ് കമ്മീഷനെ ആദ്യമായി നിയമിച്ചത് ഏത് ആക്ട് പ്രകാരം? മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം അല്ലെ? വേറൊന്നുണ്ടായിരുന്നല്ലോ, മിന്റോ മോർലെ ഭരണപരിഷ്കാരം ചോദിച്ചാൽ 1909. അത് ഹിസ്റ്ററിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്, സോറി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്, ഇവിടെ ഇപ്പൊ ഇല്ല. അത് മിന്റോ മോർലെ ഭരണപരിഷ്കാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1909 ആണ്. മോണ്ടേഗു ചെംസ്ഫോർഡ് 1919 ആണ്. അതുകൂടെ അറിഞ്ഞു വെച്ചോണേ കേട്ടോ. ശരി, അപ്പോ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് 1920 അല്ലെ? പിന്നെ അതിന്റെ കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ആണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ആണ്. അതിന്റെ വേറൊരു പേര് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും ആണ്. ഇത്രയും റെഡി? ഓക്കെ, ശരി. മോണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയ് ആരാ? ചെംസ്ഫോർഡ്. കാരണം മോണ്ടേഗു എന്ന് പറയുന്ന ആളായിരിക്കും അപ്പോഴത്തെ സെക്രട്ടറിയും, ചെംസ്ഫോർഡ് ആണ് വൈസ്രോയ്. അതുകൊണ്ടാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അത് തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 എന്ന് പറയുന്നത് അല്ലെ? സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിട്ടുള്ളതും പ്രവിശ്യകളിൽ ദ്വിഭരണം, കേട്ടോ, ദ്വിഭരണം, ഡയാർക്കിയാണ്, ദ്വിഭരണം, ദ്വിഭരണ സംവിധാനം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അപ്പൊ ഒന്നുകൂടെ ഓർത്തേ, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്തൊക്കെ വന്നു? പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചു. 1920 ഇലക്ഷൻ നടന്നു. വനിതകൾക്ക് വോട്ടവകാശം, വോട്ട് റൈറ്റ് വരുന്നു. ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 പ്രകാരമാണ്. അതിന്റെ വേറൊരു പേരാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. റെഡിയാണോ? സ്ത്രീകൾക്ക് വോട്ടവകാശം 1920 ഇലക്ഷൻ നടക്കുന്നത്. അവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശം. ദ്വിഭരണം, ഡയാർക്ക് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചു. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ആണെന്ന് ഓർത്തു വെച്ചോണം. 1919 ആണെന്ന് ഓർത്തു വെച്ചോണം. റെഡി അല്ലേ? നീതു റെഡി? ഓക്കെ. അടുത്തത് റൗലറ്റ് ആക്ടിലോട്ട് പോവാം. ഈ റൗലറ്റ് ആക്ട് ആലോചിച്ച് 2026 ഉൾപ്പെടെ 25 നിറഞ്ഞു നിൽക്കുന്ന ക്വസ്റ്റ്യൻ റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട്, റൗലറ്റ് ആക്ട്, റൗലറ്റ് ആക്ട്. ഇതുകൂടെ പഠിച്ചിട്ട് ഇന്നത്തെ നിർത്താം. അപ്പൊ ടൂ മച്ച് ആവത്തുമില്ല, പെർഫെക്റ്റ് ആവും. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത്, അപ്പോഴേ ഞാൻ പോസ് ചെയ്യും. ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിയത് കൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് റിലീജിയസ്ലി ഹർട്ടായി. അതിൽ ഇന്ത്യയിൽ ഉണ്ടായ മൂവ്മെന്റ് ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ്. കോൺഫറൻസ് 1919 നടന്നിട്ടുണ്ടായിരുന്നു. അധ്യക്ഷൻ ആദ്യം ഗാന്ധിജി ആയിരുന്നു എന്നുള്ളൊരു സാധനം ഒന്ന് റിവൈസ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാർ നടത്തിയിട്ടുള്ള വിഘടന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. ഓക്കെ, ഇന്ത്യക്കാർ നടത്തിയിട്ടുള്ള വിഘടന പ്രവർത്തനങ്ങളെ പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റി തലവന്റെ പേരാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. ഓക്കെ, ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയെ നിയമിച്ച വർഷം 1917. ബൈ ഹാർട്ട് ആക്കണം, പ്രത്യേകിച്ച് ഡിഗ്രി ലെവലുകാര്. ഓക്കെ, അപ്പം സിഡ്നി റൗലറ്റിനെ നിയമിച്ചത് 1917. റിപ്പോർട്ട് വെച്ചതും ആക്ട് വന്നതും 19 ഓർത്തു വെച്ചോണം. നിയമിച്ചത് 17 ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാറിലെ തിങ്കതീയ സമ്പ്രദായം, നീലം കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം സിഡ്നി റൗലറ്റിനെ നിയമിച്ചത് 17. സിഡ്നി റൗലറ്റിനെ നിയമിച്ചത് 17. ഓക്കെ, ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. റൗലറ്റ് നിയമം 1919. റൗലറ്റ് നിയമം 1919. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പിക്ചർ എന്തുവാണെന്ന് പറയാമോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പിക്ചർ പണ്ട് ബുക്കിൽ കുത്തി വരയ്ക്കുന്ന സ്വഭാവം ഉള്ളവരുണ്ടായിരുന്നോ?
ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. എന്തൊരു അന്യായമാണ് നടന്നത്. ഞാൻ ഇനിയും ചെയ്യും. ഞാനത് ചെയ്യും. നിങ്ങളെങ്ങനെ മാതൃകയായി ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. ആരാ എന്ത് പറഞ്ഞേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ? ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പടമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. എന്തുവാ അത്? എന്തുകൊണ്ട് നടന്നു? ഏത് ആക്ട് കാരണം നടന്നു? അതാ റിപ്പീറ്റഡ് ചോദ്യം. റൗലറ്റ് ആക്ട് കാരണം നടന്നിട്ടുള്ളതാണ്. റൗലറ്റ് ആക്ട് കാരണമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വരുന്നത്. അതൊക്കെയാണോ? നല്ല ചോദ്യമാണ്. ഓക്കെ. അപ്പൊ സിഡ്നി റൗലറ്റിനെ നിയമിച്ചു 1917. ഓക്കെ. റൗലറ്റ് ആക്ട് അങ്ങോട്ട് വന്നത് 19. ആക്ടിന്റെ അകത്ത് എന്തൊക്കെയായിരുന്നു പറയുന്നതെന്ന് അറിയാമോ? ആക്ടിന്റെ അകത്ത് എന്തൊക്കെയാ പറയുന്നത്? ഒരു വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെ പിടിച്ച് ജയിലിലിടാം. ഓക്കെ. അനുവാദമില്ലാതെ കൂട്ടം കൂടി നിൽക്കാനോ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കാനോ പാടില്ല. എന്തൊരു കരിനിയമമായിരുന്നു ഇത്. ഒന്നാലോചിച്ചേ. ഒന്നുകൂടെ നോക്കിക്കേ. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെ തടവിലാക്കാനുള്ള അധികാരമുണ്ട്. ഏത് ആക്ട് അത്? റൗലറ്റ് ആക്ട് 1919. ഓക്കെ. ഈ നിയമത്തെ കരിനിയമം എന്ന് വിളിച്ചത് ആരാ? ഈ നിയമത്തെ 1919 റൗലറ്റ് ആക്ടിനെ കരിനിയമം എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. റിപ്പീറ്റഡ് ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം റൗലറ്റ് നിയമം 1919. അതൊക്കെയാണോ? അല്ലെ? ഇനി ഈ റൗലറ്റ് നിയമത്തിന് രണ്ട് പേര് വിളിച്ച്. റൗലറ്റ് ആക്ട് ഔദ്യോഗിക നാമം അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് 1919. ഡിഗ്രി ലെവലുകാര് ഇത് ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടായിരിക്കണം. ബാക്കിയുള്ളവർ കളയണം എന്നല്ല പറഞ്ഞത് കേട്ടോ. LP UP ഒക്കെ നോക്കിയേ. റൗലറ്റ് ആക്ട് അനൗദ്യോഗിക നാമം അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് ആണ്. റൗലറ്റ് ആക്ട് ഔദ്യോഗിക നാമം അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് അല്ലെ? റൗലറ്റ് ആക്ട് ഔദ്യോഗിക നാമം എന്തുവായിരുന്നു? അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട്. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് 1919 ഫെബ്രുവരി. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 19 മാർച്ച് 10. 19 മാർച്ച് 10. ബൈഹാർട്ട്. ഇത് ബൈഹാർട്ട്. 19 മാർച്ച് 10. 19 മാർച്ച് 10. 19 മാർച്ച് 10. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 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 മാർച്ച് 10. 19 മാർച്ച് 10. 19 മാർച്ച് 10. 19 മാർച്ച് 10. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് നിലവിൽ വന്നത് മാർച്ച് 10. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് നിലവിൽ വന്നത് മാർച്ച് 10. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് നിലവിൽ വന്നത് മാർച്ച് 10. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് നിലവിൽ വന്നത് മാർച്ച് 10. ഓക്കെ ആണോ? ആണോ? എങ്കിൽ റൗലറ്റ് ആക്ടിന്റെ അകത്ത് എന്തൊക്കെയാ പറയുന്നത് എന്ന് പറയാമോ? റൈസ് എ ഹാൻഡ് ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് അല്ലാതെ പറയണേ പറയാം. എന്തൊക്കെ വേണേലും ചെയ്യാം. ഒന്ന് പറഞ്ഞേ. എന്തുവായിരുന്നു ഈ കരിനിയമം എന്ന് ഗാന്ധിജി പറഞ്ഞ ഈ റൗലറ്റ് ആക്ടിന്റെ അകത്ത് വന്നത് എന്തൊക്കെയാ? ചോദിക്കുക. കരിനിയമം എന്ന് പറഞ്ഞത് ആരാ? അതൊക്കെ LGS ലെവല് VFA ലെവല് ക്വസ്റ്റ്യൻസ് ആണ്. അതും പഠിച്ചോണം കേട്ടോ. എന്തൊക്കെ ഉണ്ടായിരുന്നു? റൗലറ്റ് ആക്ട് പ്രകാരം ഇന്ത്യക്കാർക്ക് അനുവാദമില്ലാതെ ഒത്തുകൂടാനോ ഗൂഢാലോചന എന്നുള്ള പേര് ഇപ്പൊ വരും. ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കാനോ പാടില്ല. വിചാരണ കൂടാതെ പിടിച്ചകത്താക്കാം. ആ അപ്പൊ അശ്വിനി ചോദിച്ചു, അപ്പൊ 1917 എന്തുവായിരുന്നു? 1917 ഈ സിഡ്നി റൗലറ്റിനെ ഏൽപ്പിച്ചത് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാൻ. 19 റിപ്പോർട്ട് കൊടുത്തത്. അത് റൗലറ്റ് ആക്ട് ആയി മാറി. മോളാണോ പോൾ ചെയ്തേ? ഓക്കെ. കൂട്ടം കൂടാൻ പാടില്ല. പിന്നെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാൻ പറ്റും. കരിനിയമം എന്നും പറഞ്ഞു. കമ്മിറ്റിയെ നിയമിച്ചത് 1917. നിയമം വന്നത് 19. നിലവിൽ വന്നതോ 19 മാർച്ച് 10. 19 മാർച്ച് 10. ഓക്കെ അല്ലേ? ആൾക്ക് അയ്യോ ഇതുവരെ എന്നും നീതു ചോദിക്കുന്നത് ഇതാ. PDF അപ്പായോ? ക്വിസ് എന്താ ഇങ്ങനെ? എപ്പോഴാ ഇത് സെറ്റ് ആവുന്നേ? ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടിരുന്ന കുട്ടി പറയുക 2 പല്ലൂടെ വരയ്ക്കുമെന്ന്. ഇത് ഞാനൊരു കാര്യം പറയാം. അത്ര ക്രൂരനായിട്ടുള്ള ഒരുത്തനല്ല ഞാൻ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും പറഞ്ഞ പെട്ടെന്ന് അഭിപ്രായങ്ങളൊന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റത്തില്ല. അത് വേറൊരു ഫാക്ട് കൂടെ ആണ്. അത് ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. ഓക്കെ.
അപ്പൊ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും വൃത്തിക്ക് മനസ്സിലായോ? കഴിഞ്ഞ ഇന്നത്തെ ക്ലാസ് റെഡിയാണോ? ഓക്കെ അല്ലേ? അപ്പൊ ഫുൾ റിവിഷൻ സമയമായി. പറ. ഫുൾ റിവിഷന്റെ ടൈമായി. ഗാന്ധിജി തിരിച്ചു വന്നു, വലിയ കാര്യമായി പോയി. 1915 വന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 19 മുതൽ 47 വരെ ഗാന്ധിയൻ കാലഘട്ടമാണ്. അതിലെ 17ാമത്തത് 1917 ചമ്പാരൻ, തിങ്കതീയ, പിന്നെ ചമ്പാരൻ, തിങ്കതീയ, നീലം കർഷകര്. അതൊക്കെയാണോ? അതും കിട്ടി നമുക്ക്. ബീഹാറിലാണ് നടന്നിട്ടുള്ളത്. അടുത്തത് അഹമ്മദാബാദ് മിൽ സമരം. മില്ലിൽ പോയി ഇന്ന് പൊടിച്ചിട്ട് വന്നില്ല, നിരാഹാരം കിടന്നോണം. ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം മിൽ സമരമാണ്. ഓക്കെ ആണോ? ശരി. അപ്പം ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്തിലാണ് നടന്നിട്ടുള്ളത്. 1918 അതെന്ന് ഓർത്തോണം. പ്ലേഗ് ബോണസും അഹമ്മദാബാദ് തുണിമില്ലിലെ കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണത്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. അത് കഴിഞ്ഞ് ഖേദ സത്യാഗ്രഹം ഉണ്ട് 1918. ഖേദ എവിടെ? അത് ഗുജറാത്തിലാണെന്ന് ഓർത്തു വെച്ചോണം. അത് കഴിഞ്ഞപ്പോ ഖിലാഫത്ത് മൂവ്മെന്റ് വന്നു. ഖിലാഫത്ത് കോൺഫറൻസ് 1919. അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1920. ഖിലാഫത്ത് കോൺഫറൻസിന്റെ അധ്യക്ഷൻ മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന് ഓർത്തു വെച്ചോണം. അലി ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ അജ്മൽ ഖാൻ ഉണ്ടായിരുന്നു, ഹസ്രത് മൊഹാനി ഉണ്ടായിരുന്നു, ആരൊക്കെയോ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് അത് കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് റൗലറ്റ് നിയമമായിരുന്നു. റൗലറ്റ് നിയമം കരിനിയമമാണ്. സിഡ്നി റൗലറ്റിനെ ഏൽപ്പിച്ചത് 1917 കമ്മീഷനെ. റിപ്പോർട്ട് വന്നത് 19. കരിനിയമം എന്ന് ഗാന്ധിജി പറഞ്ഞു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള കരിനിയമം ഇത് തന്നെയാണ്. പിന്നുള്ള മെയിൻ സംഭവം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ആണ്. അതിന്റെ വേറൊരു പേരെന്ത്? മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം, പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചു, വനിതകൾക്ക് വോട്ടവകാശം വന്നു, ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും സംഭവങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ നമ്മൾ ഓഫ് ദി കോണ്ടെക്സ്റ്റ് കുറച്ച് കാര്യം പറഞ്ഞത്. തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടത് മഞ്ചേരി രാമയ്യർ. ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ടത് അയ്യത്താൻ ഗോപാലൻ. ഹോം റൂൾ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് KP കേശവ മേനോന്. മലബാർ കലാപം ഈ ഖിലാഫത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. താങ്ക് യു ടീച്ചർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? ഔട്ട് ഓഫ് 5 എത്ര മാർക്ക് തരും? പോൾ ഇടാമേ. ഔട്ട് ഓഫ് 5 എത്ര മാർക്ക് തരും എന്നുള്ളത്. അപ്പോ ക്ലാസ് ഒക്കെ കണ്ടു തീർത്തോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വിശ്വാസം വന്നോ? ഇങ്ങനെ ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക്കും പഠിച്ചാലോ? എന്നിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ തന്നെ എക്സാം, ക്വിസും PDF എല്ലാം കിട്ടിയാലോ? ഇതാണ് നമ്മുടെ ഫാൽക്കൺ അക്കാഡമി. അപ്പൊ വെൽക്കം ടു ഫാൽക്കൺ അക്കാഡമി. ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഫാൽക്കൺ അക്കാഡമി എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും. എന്നിട്ട് അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, നോക്കിക്കേ. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്. സബ്ജക്ട് വൈസ് കുറെ ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്. പിന്നെ ക്വിസസ് ഉണ്ട്. ക്വിസസ് 2026 കറണ്ട് അഫയേഴ്സ്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, അങ്ങനെ ഓരോന്നിന്റെ. പിന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ കണ്ടോ പെയ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. പെയ്ഡ് കോഴ്സസിലോട്ട് പോകുന്നു. ആപ്പ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി കേട്ടോ. LP UP കോഴ്സ് ഉണ്ട്, അത് ഓഫറിലാണ്. 999 കിടക്കുന്നുണ്ട്. വിദ്യാരംഭം ബാച്ച് ഉണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട്, 699. ഡിഗ്രി പ്രിലിംസ് ബാച്ച്, ഇതുപോലെ ആഴത്തി ഡിഗ്രി പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം. മൾട്ടിപ്പിൾ എക്സാംസിന് ഒരൊറ്റ കോഴ്സ് മതി. ഇതാണ് ഈ കാക്ക900 ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാക്ക900 ബാച്ച് എടുത്തു കഴിഞ്ഞാൽ VFA LD എല്ലാത്തിനും ഇത് ഒറ്റ ഒരെണ്ണം മതി. ഒറ്റ ഒരെണ്ണം മതി. കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ഇവിടെ. ഇവിടെ എങ്ങനെ പഠിപ്പിക്കുന്ന അറിയോ? ഓരോ ക്ലാസ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. വീക്ക് 1 എങ്കിൽ വീക്ക് 1 ഡേ 1 എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതിൽ ഓരോ സബ്ജക്റ്റും അതിന്റെ ക്ലാസ്സും PDF അതിന്റെ എക്സാമും. ഓക്കെ, ഇനി ഡേ വീക്ക് 1 അല്ലേ, ഇനി ഡേ 2 എടുക്കുവാണെങ്കിലോ അടുത്ത ക്ലാസ്സും അതിന്റെ ക്ലാസ് PDF അതിന്റെ ടെസ്റ്റ് സീരീസ്. ഓരോ ക്ലാസ്സിനും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏക EdTech കമ്പനിയാണിത്. അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് പഠിച്ചോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ലൈവ് സെഷൻസ് വെച്ചിട്ട് മോട്ടിവേഷൻ സെഷൻ വെക്കും. ഇതാണ് ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുന്നത്. ഓറിയന്റേഷൻ സെഷന്റെ അകത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും, ഒരു അധ്യാപിക, ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ മോട്ടിവേഷൻ സെഷൻസും കംപ്ലീറ്റ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, മാനസികം, ശാരീരികം, അതുപോലെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഇതിന്റെ അകത്ത് അഡ്രസ്സ് ചെയ്യുകയും സോൾവ് ചെയ്യുകയും ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ സെഷൻസ്, ഇന്ററാക്ഷൻ സെഷൻസ് വെക്കാറുണ്ട്.
അതുപോലെ വീക്ക്ലി എക്സാം, എല്ലാ ആഴ്ചയിലും പഠിച്ചതിന്റെ എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്, സബ്ജക്ട് വൈസ് എക്സാം ഉണ്ട്. കണ്ടോ, സബ്ജക്ട് വൈസ് എക്സാം ഉണ്ട്. ഓരോ സബ്ജക്റ്റിലും കംപ്ലീറ്റ് PYQs ഇവിടെ അവൈലബിൾ ആണ്. ചെയ്ത് പഠിച്ച് രക്ഷപ്പെടാം. ഈ ഡിഗ്രി ലെവൽ പഠിച്ച എല്ലാ എക്സാമിലും രക്ഷപ്പെടാമെന്ന് അറിയാമല്ലോ. അതിനുള്ള ഒരു സൊല്യൂഷൻ ആയത് ലോവസ്റ്റ് പ്രൈസ്, റാങ്ക് ഫയൽ കിട്ടാത്ത പ്രൈസിൽ നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും. ഇതുപോലെ ബാക്കിയുള്ള ബാച്ചുകൾ. ഇതിലെ ജിൻ എന്ന് പറയുന്നത് ശരിക്കും ജിന്ന 40+ അവേഴ്സ് ഉണ്ട് PYQ ജിന്ന്. ഈ 40+ അവേഴ്സിന്റെ അകത്ത് ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, 12th ലെവൽ, അങ്ങനെ എല്ലാത്തിന്റെയും കൂടെ ചേർത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റിലേറ്റഡ് ഫാക്ടുകളുമാണ് ഇതിന്റെ അകത്തുള്ളത്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് പഠിച്ച് രക്ഷപ്പെടാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഫാക്ട് ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും വലിയ സൊല്യൂഷൻ ഇതാണ്. കുറച്ചേലും പഠിച്ചവരുണ്ടെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എല്ലാം അഫോർഡബിൾ ആൻഡ് ബെസ്റ്റ് പ്രൈസസിലാണ്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട്, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ വാട്സപ്പിന്റെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹെൽപ്പ് സപ്പോർട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലെ അതിൽ വിളിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഫുൾ ഹെൽപ്പും കിട്ടും. ഇത് പർച്ചേസ് ചെയ്താലും ഇല്ലേലും എന്നും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ സ്വപ്നം ഒരുമിച്ച് നേടിയെടുക്കണം. അപ്പൊ പോട്ടെ, അടുത്ത ക്ലാസ്സിൽ കാണാമേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ലൈവിൽ വാ കേട്ടോ.